ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഇന്ന് വീണ്ടും ബഹിരാകാശത്തേക്ക്. നാസയുടെ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കുതിക്കുക. വിക്ഷേപണ വാഹനത്തിലെ തകരാർ പൂർണ്ണമായി പരിഹരിച്ചാണ് ബോയിംഗ് സ്റ്റാർലൈനർ ഇന്ന് കുതിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 9:55 കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം. വിക്ഷേപണ വാഹനത്തിൽ തകരാർ കണ്ടെത്തിയതോടെ മെയ് 7 അവസാന നിമിഷം ബഹിരാകാശയാത്ര മാറ്റിയിരുന്നു. തകരാറുകൾ പൂർണ്ണമായി പരിഹരിച്ച ശേഷമാണ് ഇന്ന് വീണ്ടും വിക്ഷേപണം തീരുമാനിച്ചത്. ബുച്ച് വിൽമോറാണ് സുനിത വില്യംസിന്റെ സഹയാത്രികൻ. വിക്ഷേപണത്തിനു ശേഷം 7 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സഞ്ചാരികൾ തങ്ങും. വാണിജ്യാടിസ്ഥാനത്തിൽ സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിക്കാൻ ബോയിങ്ങിനും സ്പേസ് എക്സിനുമായിരുന്നു നാസ അനുമതി നൽകിയിരുന്നത്. സ്പേസ് എക്സ് നേരത്തെ തന്നെ സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിക്കുന്ന യാത്രകൾ തുടങ്ങിയിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബോയിങ്ങിന്റെ ദൌത്യം. സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിച്ച് ബഹിരാകാശ നിലയത്തിൽ പാർപ്പിച്ച് തിരികെ കൊണ്ടുവരാനുള്ള ദൌത്യത്തിന്റെ പരീക്ഷണമാണ് ഈ യാത്രയുടെ ലക്ഷ്യം. 58 വയസ്സുകാരിയായ സുനിതയുടെ ആദ്യ ബഹിരാകാശ യാത്ര 2006 ഡിസംബറിലായിരുന്നു. 2012 വീണ്ടും ബഹിരാകാശയാത്ര നടത്തിയ സുനിത വില്യംസിന്റെ പേരിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന റെക്കോർഡുള്ളത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.